പല വീട്ടുകളിലും ഉണ്ടല്ലോ 24/7 ഹസ്ബൻഡ് വീട്ടിലുണ്ട്, ഫിസിക്കലി ഫുള്ളി അവൈലബിൾ ആണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ദാമ്പത്യത്തില് പല ബന്ധങ്ങളും ഒരു റൂംമേറ്റ് അറേഞ്ച്മെന്റ് ആയിട്ട് മാറുന്നുണ്ടോ? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വീട്ടിലുണ്ടായിട്ട് കാര്യമില്ല, ഫാമിലിയെ വിട്ടെങ്കും പോകൂല, കല്യാണം കഴിച്ചു ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഇമോഷണലി നമ്മൾ എഫേർട്ട് ഇടണം. ഏത് ബന്ധവും ഏറ്റവും നല്ല രീതിയിലായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇമോഷണൽ ലേസിനെസ് എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഭാര്യ എന്ന് പറയുവാണെങ്കിൽ പറയൂ, എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, നീ എന്താ വെച്ചാൽ ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മള് ഭാര്യമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് പിന്നെ നിങ്ങളോട് പറയാൻ പോലും തോന്നൂല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ ലൈഫില് ഭാര്യ എന്ത് പറഞ്ഞാലും അതിനെ കേൾക്കാൻ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് സമയം കൊടുത്തില്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഈ മൗനം എന്ന് പറയുന്നത് സമാധാനമല്ല. പക്ഷെ നമ്മളുടെ വികാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളത്, അത് പങ്കുവെക്കണം. ആ പങ്കുവെക്കുമ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരും രണ്ട് തലത്തിൽ നിന്നാ വന്നെ, ഒരിക്കലും ഒരുപോലെ ആകുകയില്ല. അപ്പൊ ഓരോ മനുഷ്യരും അവരെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്, ആ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴാണ് ബന്ധം ഊഷ്മളാവുന്നത്. അപ്പൊ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഒരു പങ്കാളിയോട് ഒരു പെണ്ണിനും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ റിലേഷൻഷിപ്പ് നന്നായി പോകണമെങ്കിൽ എഫേർട്ട് ഇടണം. അല്ലാതെ കല്യാണം കഴിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു ബന്ധവും ലോങ് ടേം നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ദിവസവും നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ ഇപ്പോഴും എവറി ഡേ ഒരു 30 മിനിറ്റ്സ്, 1 മണിക്കൂർ വൈഫിന് വേണ്ടി തന്നെ കുറച്ച് സമയം കൊടുക്കുക, അവരോട് വർത്താനം പറയുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു മനപ്പൊരുത്തം അല്ലെ ആ ഒരു അലൈൻമെന്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എഫേർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് പോകണമെങ്കിൽ. മൂന്നാമത്തെ കാര്യം എന്താണ്? രണ്ടുപേരും തമ്മിലുള്ള ആകർഷണം നഷ്ടപ്പെടുവാണെങ്കിൽ അത് ആ ബന്ധത്തിന് ഒരു ഗുണവുമില്ല. ഭർത്താവ് ഇമോഷണലി ശരിക്കും പറഞ്ഞ ഒരു ഭാര്യ നല്ല സാരി എടുത്തുകൊണ്ട് വന്നു, ഇവര് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇത് പുതിയ സാരി ആണെങ്കിൽ പോലും അവര് വളരെ ഭംഗിയായിട്ട് ഒരുങ്ങിയൊക്കെ ആയിരിക്കും തന്നെ, എന്നാലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഭാര്യ ആദ്യമൊക്കെ പറയടാ, ഞാനത് പുതിയ സാരി എടുത്തു തന്നിട്ട് ഒന്ന് നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ മനസ്സിലാവും ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ നോക്കൊന്നുമില്ല. അപ്പൊ അവർ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അവർ തമ്മിൽ മിണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറും. സ്ലോലി ഒരു ഫ്ലാറ്റ് റൂംമേറ്റ് മാത്രമായിട്ട് മാറും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, പല റിലേഷൻഷിപ്പിലും മറ്റൊരു ബന്ധമൊന്നുമല്ല ഭീഷണി. അങ്ങനെയൊക്കെ പോണ ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ പരസ്പരം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു ബന്ധത്തിനും ഒരു ഊഷ്മളമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പണം മാത്രം പോരാ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ. അതിന് നല്ല സാന്നിധ്യം വേണം, ശ്രദ്ധ വേണം, കേൾക്കണം. അപ്പൊ ഇവയൊക്കെ ചെയ്യുമ്പോഴാണ് ഏത് റിലേഷൻഷിപ്പും ലോങ് ടേം കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ കപ്പിൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെ ഏറ്റവും നല്ല രീതിയിലേക്ക് കേൾക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് സെഷൻസ് വേണമെങ്കിൽ ബയോയിൽ ലിങ്ക് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ലൈഫ് കോച്ച് ചെയ്യാൻ നിങ്ങളെ അതിന് സഹായിക്കുന്നതായിരിക്കും.